मेरे प्यारे बच्चों उर्दू यूएसएस क्लास में सभी को मेरा परखुलूस आदाब ഇതെല്ലാ മക്കളെയും ഉറുദു യുഎസ്എസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മക്കളും സുഖമായിരിക്കുന്നോ? അച്ഛാ ബച്ചോ ദേക്കിയേ. യെസ്, നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാ മക്കളും ശ്രദ്ധിക്കൂ. ഹമാരെ കൗമി ജെണ്ടേക്ക് ഊപ്പർ കാ രംഗ് ഡാഷ് ഹേ. എന്താണ് മക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൗമി ജെണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയ പതാക അല്ലെ, ത്രിവർണ കൊടി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇതിന്റെ എന്താണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്? ഊപ്പർ കാ രംഗ്. ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ്, അതേപോലെ രംഗ് എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് എന്ന് എന്റെ മക്കൾക്കറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിൽ സഫറാനി, അതേപോലെ സഫേദ് ഓർ ഹര ഓർ നീല എന്ന് 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ദേശീയ പതാക കൊണ്ടുവരണം. എന്റെ എല്ലാ മക്കളും കൊണ്ടുവന്നോ? യെസ്, നോക്കൂ, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ദേശീയ പതാകയുടെ ചിത്രം ഇവിടെയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഓപ്ഷനിൽ തന്ന ഓപ്ഷൻസും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മാഷ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഐഡന്റിഫൈ ചെയ്താലോ മക്കളെ? യെസ്, ആദ്യം ഇവിടെ തന്നിട്ടുള്ളത് എന്താ? സഫേദ് അല്ലെ. സഫേദ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വെള്ള അല്ലെ, വെളുത്ത നിറം. അപ്പം സെൻട്രലിലെ നിറം വെളുത്തതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. ഇനിയോ രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ, മൂന്നാമത്തേത് നോക്കാം. നീല. നീല എന്നുള്ള നിറം നമ്മുടെ ദേശീയ പതാകയിൽ എവിടെയാണ് വരുന്നത്? അശോക് ചക്രക്ക രംഗ് നീല ഹേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പൊ അതും കിട്ടി നമുക്ക്. ഇനി വരുന്നത് ഹര അല്ലെ. ഹര എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പച്ചയാണ് എന്ന് എന്റെ മക്കൾക്ക് അറിയാം. അപ്പൊ ഹര താഴെ അല്ലെ. അപ്പൊ നമ്മുടെ ദേശീയ പതാകയുടെ നീച്ചേക്കാ രംഗ് എന്ന് നമ്മോട് ചോദിച്ചാൽ അത് നമുക്ക് നിസംശയം ഹര എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഏറ്റവും മുകളിലുള്ളതാണ് സഫറാനി എന്നുള്ളത്, അത് കുങ്കുമ നിറമാണ്. അപ്പൊ ഉത്തരം നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഓപ്ഷനിലുള്ള ഉത്തരം ഏതാണ് മക്കളെ? ഓപ്ഷൻ എ സഫറാനി, കുങ്കുമ നിറമാണ്. ഹമാരെ കൗമി ജെണ്ടേക്ക് ഊപ്പർ കാ രംഗ് സഫറാനി ഹേ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് എഴുതാൻ കഴിയും. റെഡിയാണോ? യെസ്. ഇനി കൗമി ജെണ്ടേക്ക് ബീച്ച് മേ ക്യാ ഹേ എന്ന് ചോദിച്ചാലോ? നമ്മുടെ ദേശീയ പതാകയുടെ നടുവിൽ എന്താണ് അല്ലെ? ബീച്ച് സഫേദ് രംഗ് ബീച്ച് മേ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നമുക്ക് അശോക് ചക്ര ഹേ എന്ന് എഴുതാ. നമ്മുടെ കൗമി ജെണ്ടേക്ക് ബീച്ച് കാ രംഗ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ സഫേദ് രംഗ് ഹേ എന്ന് എഴുതാം. നീച്ചേ രംഗ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ ഹര എന്ന് എഴുതാം. ഇത്തരത്തിൽ ഈ കൗമി ജെണ്ടയുമായി ബന്ധപ്പെട്ട്, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും എന്റെ മക്കൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സംശയവുമില്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ എല്ലാ മക്കളും ഈ ചോദ്യം എന്ത് ചെയ്യുക? ഇത്തരത്തിൽ എന്ത് വന്നാലും ചോദിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാകപ്പെടുത്തി എടുക്കുക. ഓക്കെ, റെഡിയാണോ? അച്ഛാ ബച്ചോ അഗലാ സവാൽ ദേഖിയേ. നാം നാ സബ് കോൻ ഹേ. ഒറ്റപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് നമുക്ക് തന്നത് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ബാലു അല്ലെ. ഓപ്ഷനിൽ ബാലു എന്ന് തന്നിട്ടുണ്ട്, ബക്കരി എന്ന് തന്നിട്ടുണ്ട്, ബാഗ് എന്ന് തന്നിട്ടുണ്ട്, ബന്ദർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? അപ്പൊ മാഷ ഇത് 4ഉം എന്താണ്? മൃഗങ്ങളാണല്ലോ എന്ന് എന്റെ മക്കൾക്ക് എന്തുണ്ടാവും? സംശയം ഉണ്ടാകും. ആണ്, ശരിയാണ്, മൃഗങ്ങളാണ്. ഇനി എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? നോക്കൂ മക്കളെ. ബാലു അല്ലെ, കരടി, ബക്കരി ആട്, ബാഗ് കടുവ, അതേപോലെ ബന്ദർ കുരങ്ങൻ അല്ലെ. 4 നമ്മൾ കണ്ടെത്തിയല്ലോ. ഇത് 4 മൃഗങ്ങളാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഒറ്റപ്പെട്ടത് കണ്ടെത്തുക? പാൽത്തോ ജാൻവർ ഓർ ജംഗലി ജാൻവർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തരംതിരിക്കാം. അപ്പൊ ജംഗലി ജാൻവർ ഏതെല്ലാമാണ്? ബാലു, ബാഗ്, ബന്ദർ. ഇത് 3 എന്താണ്? ജംഗലി ജാൻവർ ആണ്. ബക്കരി ഏക്ക് പാൽത്തു ജാൻവർ ഹേ. അപ്പൊ ഒറ്റപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് എഴുതാം ബക്കരി എന്നാകുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ മൃഗങ്ങളെ തന്നിട്ടും പക്ഷികളെ തന്നിട്ടും എന്ത് ചെയ്യും? തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പെട്ടത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാൻ വേണ്ടി നമ്മളോട് എന്ത് ചെയ്യും? ചോദിക്കും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്തരത്തിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ കഴിയുമല്ലോ. അച്ഛാ ബച്ചോ അഗലാ സവാൽ ദേഖിയേ. യെസ്, 10 എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 10 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി 50 എന്ന് പറഞ്ഞിട്ട് ഡാഷ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം 10 എന്നുള്ളതിന് 10 ആണ് അല്ലെ. 1 2 3 4 5 6 7 8 9 10 10 ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് ഇവിടെ കിട്ടി. 10 നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഉത്തരം തന്നു. ഇനി അതേപോലെ 50 എന്ന് എഴുതിയിട്ട് അത് ഏതാണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ ഓപ്ഷനിലുള്ളത് എന്ത് ചെയ്യണം? ഒന്ന് നോക്കാം. 25 30 40 50
ഇതിലൊന്നാണ് 50 എന്നുള്ളതിന് പറയുന്നത്. അപ്പൊ ഏതാന്ന് നോക്കാം നമുക്ക്. 25 എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം 25 ക്ലിയർ ആണോ? ഇനി 30 എന്ന് പറഞ്ഞാൽ 30 40 എന്ന് പറഞ്ഞാൽ 40 അപ്പോൾ 50 എന്ന് വരുന്നത് എന്താ? 50 എന്നാകുന്നു. 50 എന്നുള്ളതിന് നമ്മൾ 50 എന്നെന്ത് ചെയ്യും പറയും. 25ഉം 50ഉം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ വരാം. അപ്പൊ അത്തരത്തിൽ ഓപ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ ശരിയായിട്ടുള്ള 50 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. क्लियर आना मकड़े? हाँ जी। अगला सवाल देखिए, हिंदुस्तान का कौमी पेड़, हिंदुस्तान का कौमी पेड़ डैश है. ഹിന്ദുസ്ഥാന്റെ കൗമി പേട്, ദേശീയ പേട് അല്ലെ, വൃക്ഷം അല്ലെ, മരം ഏതാണ് എന്നാണ് നമ്മോട് ചോദിച്ചത്. മേലെ മാഷ് ഒരു ചിത്രം കൊടുത്തപ്പോൾ തന്നെ, അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് അറിയാം. ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും എൻ്റെ മക്കൾ എഴുതും. അതിൽ നാരിയൽ കാ പേട്, ആം കാ പേട്, പീപ്പൽ കാ പേട്, സാഗ്വാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്താണ്, പീപ്പൽ കാ പേട് എന്നാകുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ? ഓപ്ഷൻ സി ആണല്ലോ. യെസ്, റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം നോക്കാം. ഇസ്മേ സഹീ ചോട് കോൻസാ ഹേ, ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 എന്താണ്, തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു ജോഡി എന്ത് ഇതിലുണ്ട്. അപ്പൊ ഏതാന്ന് നമുക്ക് നോക്കാം അല്ലെ. ടമാറ്റർ നീല അല്ലെ, അനാർ സഫേദ്, ഹാത്തി ലാൽ, ഓർ കൗവ കാല. ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നാണുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ടമാറ്റർ നീല. അപ്പൊ നിറങ്ങളൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നീല എന്നുള്ളത് എന്താണ് മക്കളെ? യെസ്, നീല നിറാണ് നീല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ നീല നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒന്ന് ഐഡന്റിഫൈ ചെയ്തു അല്ലെ. നമ്മൾ ആ കള്ളിയിൽ നീല എന്ത് ചെയ്തു, ഒന്ന് വരച്ചു. ഇനി നമുക്ക് അടുത്ത വരുന്ന എന്താ, സഫേദ്. അത് വെള്ള അല്ലെ. വെള്ള എന്നുള്ളത് നമ്മൾ ദേശീയ പതാക പഠിച്ചപ്പോൾ സഫേദ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി വെച്ചത്. ഇനി ഹാത്തി ലാൽ, അതൊരു ബന്ധവും ഇല്ലാത്ത ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചുവപ്പ് എന്നാണ് അല്ലെ, ചുവപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചുവപ്പിന്റെ അവിടെ എന്ത് ചെയ്തു, നമ്മൾ ചുവപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ചു, ഒന്ന് അടയാളപ്പെടുത്തി അല്ലെ. ആ നിറം നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി കൗവ കാല, അതൊരു ബന്ധമുണ്ടോ അല്ലെ? നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ കാല നിറം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി. അപ്പൊ നീല, അതേപോലെ ലാൽ, അതേപോലെ കാല, ഇത് നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ സഫേദ്, ഇത് 4 നിറം നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഇനി ടമാറ്ററിന്റെ നിറം നീലയാണോ? തക്കാളി നീല നിറത്തിലാണോ? അനാറ് വെള്ള നിറത്തിലാണോ? ഹാത്തി ആന ചുവപ്പ് നിറത്തിലാണോ? ലാലിലാണോ? റെഡി. ഇനി കൗവ കാല, കാക്ക കാല, കറുത്തതാണോ? അപ്പൊ വേറെ ഓപ്ഷൻ ഒന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ശരിയായിട്ടുള്ളത് കോൻസാ ഹേ ചോട്, കോൻസാ ചോട് സഹി ഹേ എന്ന് ചോദിച്ചാൽ കൗവ കാല ഹേ, കാക്ക കറുത്തതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും അതിന്റെ മാർക്ക് നമുക്ക് നേടാനും സാധിക്കും. क्लियर आना मक्കളെ? रेडी अल्ले? यस। अगला सवाल देखिए, नानी माम ले, नानी माम डैश है. नानी माम താഴെ പറയുന്നവയിൽ ആരാണ്? അബ്ബാക്കി മാമാണോ, ഉപ്പയുടെ ഉമ്മയാണോ? ഹാലിക്കി മാമാണോ, അതേപോലെ അമ്മിക്കി മാമാണോ, അതേ മാമൂം കി മാം ആണോ? നാനി മാം എന്ന് പറഞ്ഞാൽ വല്യുമ്മ എന്നുള്ള അർത്ഥമാണ് അല്ലെ, മുത്തശ്ശി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം അമ്മിക്കി മാമാണ്. ഉമ്മയുടെ അമ്മയുടെ അമ്മക്കാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മക്കാണ് എന്ത് പറയുന്നത്, അമ്മിക്കി മാം. അപ്പൊ ദാദി മാം എന്ന് പറഞ്ഞാലോ, അബ്ബാക്കി മാമാണ് അല്ലെ. അപ്പൊ ശരിയായിട്ടുള്ള നമ്മുടെ ഉത്തരം എന്താണ്? അമ്മിക്കി മാം എന്നുള്ളതാണ്, നാനി മാം എന്നുള്ളത്. ക്ലിയർ ആണോ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ കഴിയുമല്ലോ. അച്ഛാ ബച്ചോ. അഗ്ലാ സവാൽ ദേഖിയേ, ഉറുദു ല്ലേ, നമ്മൾ പഠിക്കുന്ന മധുരമുള്ള ഭാഷ ല്ലേ, വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ഭാഷയാണ് ഉറുദു ല്ലേ. ആ ഉറുദു കാ മഅന ക്യാ ഹേ, ഉറുദുവിന്റെ മഅന എന്താണ് ല്ലേ? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ട, അത് പ്രയാസമാണ് ഒന്നും വിചാരിക്കേണ്ട. ലഷ്കർ എന്നുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക, നേരെ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക അല്ലെ. സൈന്യം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉറുദു കാ മഅന ക്യാ ഹേ എന്ന് ചോദിച്ചാൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ അത് പ്രയാസമാണ് ഒന്നും വിചാരിക്കേണ്ട. ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ ലഷ്കർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വളരെ അറിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഈ ചോദ്യം കാണുമ്പോൾ ലഷ്കർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ശരിയായ ഉത്തരം ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ?
അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എൻ്റെ മക്കൾ. എല്ലാവരും നിങ്ങളുടെ US പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായി പഠിച്ച് മനസ്സിലാക്കി പോവുക. എല്ലാവർക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.